ക്രൈസ്തലോ വിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒരു തിരുവചനം നമുക്ക് ധ്യാനിക്കാം. യെശയ്യായുടെ പുസ്തകം 61 അധ്യായത്തിൻ്റെ 11 തിരുവചനം. മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം നിറഞ്ഞ പ്രിയമക്കളെ, പ്രതിസന്ധികളുടെ നടുവിലും പ്രതികൂല സാഹചര്യങ്ങളിലും ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും നിരാശയുടെ അനുഭവങ്ങളിലും കർത്താവ് നിങ്ങളെ കൈവിടാതെ നിങ്ങളെ കരം പിടിക്കും. അതുകൊണ്ടാണ് തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും മണ്ണിൽ മുള പൊട്ടി വരുന്നത് പോലെയും പ്രതീക്ഷകളുടെ നാമ്പ് ഉടലെടുക്കുമ്പോൾ അത് ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ സാന്നിധ്യം പകരും. യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ നിന്നെയും നിൻ്റെ കുടുംബത്തിലുള്ളവരെയും നിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവൻ നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. പ്രതിസന്ധികളിൽ നീ തളർന്നു പോകരുത്. ദുഃഖങ്ങളിൽ നീ പരാതിപ്പെടരുത്. പ്രതിസന്ധികളിൽ വീണു പോകരുത്. കർത്താവിൻ്റെ കരുതൽ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വചനം നമുക്ക് ഏറ്റു പറയാം. യെശയ്യാ 61:11. മണ്ണിൽ മുളപൊട്ടി വരുന്നത് പോലെയും തോട്ടത്തിൽ വിത്ത് മുളയ്ക്കുന്നത് പോലെയും ജനതകളുടെ മുമ്പിൽ നീതിയും സ്തുതിയും ഉയർന്നു വരാൻ കർത്താവ് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.